ഓണമൊക്കെ അല്ലേ വരണേ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചാലോ നേരത്തെ തന്നെ. അപ്പോഴേക്കും ഓണമൊക്കെ ആകുമ്പോഴേക്കും നല്ല സെറ്റായി കിട്ടും അച്ചാർ. അപ്പോൾ ഇത് അതിനകത്ത് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ശകലം ഉപ്പും ഇട്ട് നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിൽ അത് ഇച്ചിരി നേരം കിടക്കുമ്പോൾ നമ്മൾ പുഴുങ്ങിയെടുക്കുകയൊന്നും വേണ്ട, നേരിട്ട് തന്നെ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാതെ എടുത്തിട്ടുണ്ടേ, നോക്കി എൻ്റെ കളറുണ്ടോ, എന്നിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണം. നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല അതിൽ. വെള്ളം ഇരുന്നാൽ അച്ചാർ പെട്ടെന്ന് പൂപ്പലാവും. അതുകൊണ്ട് വെള്ളം എല്ലാം മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലോട്ട് ശകലം ഉണക്കമുളകാണ് പൊടിച്ചെടുക്കണത്. ഉണക്കമുളക്, കുറച്ച് ഉപ്പ് കല്ലിട്ടാട്ടോ കറി, ഉപ്പ് കല്ല്, പിന്നെ കുറച്ച് ഉലുവ വറുത്തതാണേ അത്, പിന്നെ ശകലം കായപ്പൊടി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ അച്ചാർ പൊടി മേടിക്കുന്നില്ല, അതാണ് അച്ചാർ പൊടി പോലെ എടുത്തതാട്ടോ. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങ. അതിലേക്ക് നമ്മൾ പച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അതെല്ലാം അതിലോട്ട് നല്ലതായിട്ട് അടുപ്പിൽ വെക്കുന്നില്ല, നേരിട്ടങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പൊടിയില്ലേ, അതും കൂടെ നമ്മൾ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതങ്ങ് ഇളക്കി കൂട്ടണേ. നന്നായിട്ടങ്ങ് ഇളക്കി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ശകലം കടുക് പൊട്ടിച്ച്, ആ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന നാരങ്ങയില്ലേ, അത് നമ്മൾ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൂട്ടണം. അതിലേക്ക് ശകലം ശർക്കരയാണ് ചേർത്ത് കൊടുക്കണേ, കയ്പ്പ് മാറാൻ. പിന്നെ വിനാഗിരി, അത് ഞാൻ ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ നല്ലതായിട്ടുണ്ട്. ഇത് നോക്കി, എല്ലാവരും ഓണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ല ടേസ്റ്റി അച്ചാർ ഉണ്ടാക്കണേ വീട്ടിലെ. ഒത്തിരി ഒന്നും ചേരുവയൊന്നും ഇതിന് വേണ്ടല്ലോ. ഇത് നല്ല ടേസ്റ്റി അച്ചാറാട്ടോ ഇത്. അപ്പം ശരി, സബ്സ്ക്രൈബ് ചെയ്യണേ.